ഹായ് ഗായ്സ്. അപ്പോൾ ഈ വർഷത്തെ ഫസ്റ്റ് ടൂറായിരുന്നു ജാനുവരി 2, അതും വയനാട്ടിലേക്ക്. അതും ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിലുള്ള ടീച്ചേഴ്സിനൂടെ. എല്ലാ ടീച്ചേഴ്സും ഒന്നുമില്ല കേട്ടോ, കുറഞ്ഞ ടീച്ചേഴ്സ് മാത്രം കൊണ്ടാണ് പോയത്. എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തിരുന്നു, പക്ഷെ എന്താ, അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ടാകും. അപ്പോൾ എൻജോയ്മെൻറ്റ് ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മുടെ കൂടെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ള. വളരെ അടിപൊളിയായിട്ട് ആ ഒരു ട്രിപ്പ് ഒരു മോർണിംഗ് 7 ആകുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്തു. അവിടെ ഞങ്ങൾ കറക്റ്റ് ടൈമിന് എത്തി. ഫസ്റ്റ് ഒരു പള്ളിയിലേക്കാണ് ഞങ്ങൾ പോയത്. ആ ഒരു പള്ളിയിൽ പോയി നന്നായി പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങളൊരു തേയിലത്തോട്ടത്തിൽ കയറി. പിന്നെ അതിന് ശേഷമാണ് പൂപ്പൊലി കാണാൻ വേണ്ടി പോയത്. അപ്പോൾ ഒരു പൂപ്പൊലീൻ്റെ ആ ഒരു സ്ഥലത്ത് ഓപ്പൺ അല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളൊരു മലമുകളിൽ പോയി. ആ ഒരു മലേൻ്റെ പേര്, ഒരു കുന്ന്, ഒരു ഹിൽ. നല്ലൊരു വ്യൂ ആയിരുന്നു. നല്ല ഒരുപാട് ഫോട്ടോസ് ഞങ്ങൾ എടുത്തു. അതിനുശേഷം ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് നേരെ ഫ്ലവർ ഷോ കാണാൻ പോയി. ഏക്കർ കണക്കിന് സ്ഥലമായിരുന്നു ആ ഒരു സ്ഥലത്തുണ്ടായത്. ഏക്കർ കണക്കിന് പൂവായിരുന്നു. നല്ല രസത്തിൽ. അതും വ്യത്യസ്ത തരങ്ങൾ, നമ്മളിതുവരെ കാണാത്ത തരത്തിലുള്ള പൂക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഊട്ടിയിലുള്ള പൂക്കളേക്കാൾ ഒരുപാട് പൂക്കളുണ്ട്, അത് പലർക്കും അറിയില്ല എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഡാമിൻ്റെ അങ്ങോട്ട് പോയി. അവിടുന്ന് ഒരുപാട് ഫോട്ടോസ് എടുത്തു. നല്ല വ്യൂ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ വയനാട്ടിൽ പോകുന്നത് മുതൽ ആ ഒരു ഹില്ല് സ്റ്റാർട്ട് ചെയ്യുന്ന, ചുരം സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഒരുപാട് കാണാനുണ്ട്. ശരിക്കും നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാം. അതും ഞങ്ങൾ നല്ല ടീമിൻ്റെ കൂടെയാണ് പോയത്. അടിച്ച് പൊളിച്ച് പോകുമ്പോഴും വരുമ്പോഴും എല്ലാം ഡാൻസ് കളിച്ച്, എല്ലാവരും, ഒരാൾ പോലും വെറുതെ ഇരുന്നിട്ടില്ല. എല്ലാവരും നന്നായി ഡാൻസ് കളിച്ച്. അതിൽ 2 ടീച്ചേഴ്സിൻ്റെ മക്കളുണ്ടായിരുന്നു. അവരും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു. സിംഗിൾ ഫോട്ടോസും ഗ്രൂപ്പ് ഫോട്ടോസും അതിൻ്റെ ഇടയിൽ കൂടെ റീൽസും ഒക്കെ